ARM എന്ന ചിത്രത്തിന് ശേഷം ടൊവിനോ തോമസ് നായകനായ ഐഡന്റിറ്റി എന്ന സിനിമ റിലീസായിട്ടുണ്ട്. അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഡീസൻ്റ് ആയിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു ത്രില്ലറാണ്. അതിൽ ടൊവിനോ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. വിനയ് റായ്, തൃഷ കൃഷ്ണൻ, ഷമ്മി തിലകൻ, വിശാഖ് നായർ, പിന്നെ ധ്രുവൻ, അങ്ങനെ കുറച്ച് ഒരുപിടി നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും വൃത്തിക്ക് സിനിമ ചെയ്തിട്ടുണ്ട്, വൃത്തിക്ക് അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല ചിത്രം തുടങ്ങുമ്പോൾ മുതലുള്ള ചിത്രത്തിൻ്റെ ഡീറ്റെയിലിംഗ് കിടിലനാണ്. കാരണം നായകനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ഒരു രീതി, അദ്ദേഹത്തിൻ്റെ ഒരു എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യമേ തുടക്കം മുതലേ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ അദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സിനിമയിൽ വൃത്തിക്ക്, അതായത് നല്ല ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ ഷമ്മി തിലകൻ്റെ ക്യാരക്ടർ കിടിലനാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകം പറയേണ്ട ഒരു ക്യാരക്ടറാണ് അജു വർഗീസിൻ്റേത്. അജു വർഗീസ്, ടൊവിനോ എന്നിവർ തമ്മിൽ കോമ്പിനേഷൻ സീനുകളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല കിടിലനായിട്ട് തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അജു വർഗീസ് കൈയടക്കത്തോടുകൂടി തന്നെ പോലീസ് ഓഫീസറുടെ ഒരു വേഷം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി സിനിമയിലേക്ക് വരുമ്പോൾ വിനയ് റോയ് അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ, അതാണ് സിനിമയുടെ ഒരു കേന്ദ്ര കഥാപാത്രം. അവസാനം വരെ നിൽക്കുന്ന, നമ്മളെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ചിത്രത്തിൻ്റെ DOP അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എഡിറ്റിങ് ചമൻ ചാക്കോയാണ്. നല്ല സൂപ്പറായിട്ട് തന്നെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് നമ്മളെ പിടിച്ചിരുത്തുന്നതാണ്. സാധാരണ ഒരു ത്രില്ലർ സിനിമയൊക്കെ കാണുമ്പോൾ ചില ഇഴച്ചിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത് ഇഴഞ്ഞു പോകാതെ തന്നെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് BGM വർക്കൗട്ടായി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ത്രില്ലിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കാർ ചേസ് സീനുകളുണ്ട്. അതുപോലെ തന്നെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഒരു പ്ലെയിൻ ഫൈറ്റ് ഉണ്ട്. പറഞ്ഞു വരുവാണെങ്കിൽ മാർക്കോയിൽ മാർക്കോ എന്ന സിനിമ നമ്മൾ കണ്ടപ്പോൾ അതിൽ ഒരു ഗ്യാസ് സിലിണ്ടർ സീനുണ്ടെങ്കിൽ ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ടൊവിനോ ഫയർ എക്സ്റ്റിങ്വിഷറുമായിട്ടുള്ളൊരു തകർപ്പൻ പരിപാടിയൊക്കെ ഉണ്ട്. അത്യാവശ്യം കിടലിനായിട്ട് തന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. കാരണം നല്ല രീതിയിൽ പഠിച്ച് വൃത്തിക്ക് എഴുതി വൃത്തിക്ക് സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. എന്തായാലും സിനിമയിലെ കൃത്യമായിട്ട് ക്യാരക്ടേഴ്സിനെ എല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവരവരുടെ റോളുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരു കിടിലൻ ത്രില്ലറാണ്. അതായത് ARMന് ശേഷം ടൊവിനോ ചെയ്ത ഒരു കിടുക്കനൊരു മൂവിയാണ്. നല്ല ഒന്നാന്തരം ത്രില്ലറാണ്. ഐഡൻറ്റിറ്റി എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. എന്തായാലും സിനിമ തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കാണുക. കിടിലൻ സിനിമയാണ്.